എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റോ അഡ്മിഷൻ ജൂൺ 19-ാം തീയതിക്കകം എടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായിട്ടും വിളിച്ചിട്ടോ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരപ്രവേശനം അത് പെർമനൻറ്റ് അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയും ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം വിദ്യാർത്ഥികളുടെ ഈ ഒരു നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്, അതായത് നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ TC, അതുപോലെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു +2 അല്ലെങ്കിൽ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ കേരള ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ VHSC, THSC, CBSE, CISE എന്നിങ്ങനെയൊക്കെയുള്ള ബോർഡുകളിൽ നിന്ന് പാസ്സാവാതെ മറ്റെന്തെങ്കിലും ഇക്വലൻ്റായിട്ട് ജയിച്ചവരാണെങ്കിൽ ഈ ഒരു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിന് പുറത്ത് +2 പഠിച്ചവരാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ SC/ST കാറ്റഗറിയിലാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ SCBC വിഭാഗം, അതായത് OBC, OBH അതുപോലെ ഉള്ള വിഭാഗമാണ് SCBCയിൽ പെടുന്നത്. അതുപോലെ കുറേ വിഭാഗമുണ്ട് SCBCയിൽ പെടുന്നത്. അപ്പോൾ അവർ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അപ്പോൾ 1 വർഷം വാലിഡിറ്റി കഴിയാതിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതുപോലെ നിങ്ങൾ EWS കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വല്ല ബോണസ് പോയിൻറ്റോ വൈറ്റേജോ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റുകളും വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ്, അതായത് ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1418 രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരിക. SC/ST വിഭാഗക്കാരനാണെങ്കിൽ 50 രൂപയാണ് ഫീസായിട്ട് വരിക. വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് മോഡ് ഓഫ് അഡ്മിഷൻ ചോദിക്കും, അത് നിങ്ങൾ ടെമ്പററി ആണോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പെർമനൻ്റ് ആണെങ്കിൽ പെർമനൻ്റ് എന്നും ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എന്നുള്ള കാര്യം നിങ്ങൾ രേഖപ്പെടുത്തി ആ ഒരു ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നത്, ഹയർ ഓപ്ഷൻസ് നിങ്ങൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കോളേജിൽ ഫീസ് ഒന്നും അടക്കേണ്ടതില്ല, ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ട് നൽകിയാൽ മതിയാകും. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ 19-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ കോളേജിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടാനായിട്ട് പറ്റുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ സ്ഥിരപ്രവേശനം തിരഞ്ഞെടുത്തവരും ഈ ഒരു സമയപരിധിക്കുള്ളിൽ കോളേജിൽ നേരിട്ട് ഹാജരായിട്ട് പ്രവേശനം നേടാം. അതുപോലെ തന്നെ താൽക്കാലിക പ്രവേശനം, അതായത് ടെമ്പററി അഡ്മിഷനാണ് നിങ്ങൾ ഈ ഒരു മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കോളേജിൽ ബന്ധപ്പെട്ട് പ്രവേശനം ഉറപ്പാക്കിയാൽ മതിയാകും. അപ്പോൾ ഈ ഒരു നിങ്ങൾ സ്ഥിരമായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ താൽക്കാലികമായിട്ടാണോ എങ്ങനെയാണ് പ്രവേശനം നേടിയത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കോളേജിൽ വിളിച്ച് ആ ഒരു ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് സ്ഥിരപ്രവേശനമോ നേടുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് തെളിവായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും കൺഫർമേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ലിപ്പ് കിട്ടും. അത് അഡ്മിഷൻ എടുത്ത ശേഷമാണ് ഈ ഒരു കോളേജിൽ നിന്ന് അത് കൺഫേം ചെയ്താലാണ് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടാകുന്ന പക്ഷം നിങ്ങൾക്ക് അത് സമർപ്പിക്കാനായിട്ട് അതിന് തെളിവായിട്ട് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ആവശ്യമാണ്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ സ്ഥിരമായിട്ടാണോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടാണോ എടുത്താലും നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനും അതുപോലെ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുമുള്ള അവസരം 20-ാം തീയതിയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കലല്ല, ആ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 20-ാം തീയതി വരെ ആ ഒരു കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ആ ഒരു കാര്യങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വീണ്ടും സേവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എനി റിക്വസ്റ്റ് ടു റീറ്റെയിൻ പ്രീവിയസ് അലോട്ട്മെൻറ്റ് ആഫ്റ്റർ ഫർദർ അലോട്ട്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഹയർ ഓപ്ഷൻ രജിസ്റ്റർ വിൽ നോട്ട് ബി കൺസിഡർഡ്
അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ പോയിട്ട് കോളേജിൽ നേരിട്ട് പോയിട്ട് വിദ്യാർത്ഥികൾ അതായത് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ട്, കാൻഡിഡേറ്റ് ഹൂ വിഷ് ടു റീറ്റെയിൻ ദെയർ ഹയർ ഓപ്ഷൻസ് നീഡ് നോട്ട് സബ്മിറ്റ് എനി ഡോക്യുമെൻറ്റ് ഓർ റെമിറ്റ് എനി ഫീ വൈൽ റിപ്പോർട്ടിംഗ് ദ കോളേജ് ഡ്യൂറിങ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. അതായത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടണം. അതായത് നിങ്ങൾ നിലവിൽ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് നേടുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് ഡോക്യുമെൻ്റ് ഒന്നും നൽകേണ്ടതില്ല. എന്നാൽ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻ്റ് ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും വിദ്യാർത്ഥികൾ എല്ലാവരും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടുക. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ നോൺ ജോയിനിങ് ആയിട്ട് രേഖപ്പെടുത്തുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ അതായത് നിങ്ങൾ കോളേജിൽ നിങ്ങൾ വിളിച്ചിട്ട് പറയേണ്ടതാണ്, അതായത് അല്ലെങ്കിൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്ത ശേഷം നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ നിങ്ങളുടെ ആ ഒരു ടെമ്പററി അഡ്മിഷൻ കൺഫേം ചെയ്യുകയും ചെയ്യുക. ആ ഒരു കോളേജിൽ നിന്ന് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 19-ാം തീയതിക്കകം പോകാതെ നിങ്ങളൊരു 18-ാം തീയതിക്കകം നിങ്ങളുടെ ആ ഒരു കൺഫർമേഷനൊക്കെ ചെയ്യുക. കാരണം അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് പരിഹരിക്കാം. അഥവാ ലാസ്റ്റ് ഡേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ടെമ്പററി ആയാലും പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു തെളിവാണ് കൺഫർമേഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.